ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഇന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങാണ് എൻ്റെ സഹായകൻ. കർത്താവേ, അങ്ങാണ് എൻ്റെ സഹായകൻ. എൻ്റെ അസ്വസ്ഥമായ അനുഭവങ്ങൾക്ക് നടുവിൽ കർത്താവേ, അങ്ങാണ് എൻ്റെ സഹായകൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, കണ്ണുകളടച്ചോ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വിശ്വസിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് നീ കടന്നു പോകുന്ന അനുഭവം എത്ര ദുഃഖ ദുരിതപൂർണമാണെങ്കിലും, എത്ര വലിയ ഇരുട്ടാണെങ്കിലും, എത്ര വലിയ ചതിക്കുഴികളിലാണെങ്കിലും, രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണമുള്ള ഏതനുഭവത്തിലാണെങ്കിലും, ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പഠിപ്പിക്കുന്നു. നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. നിന്റെ ഹൃദയം അസ്വസ്ഥമാവേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. നിന്റെ ജീവിതത്തിലേക്ക് സ്വസ്ഥത നൽകുന്ന ദൈവം, നിന്നെ സഹായിക്കുന്ന ദൈവം, നീ വിശ്വസിച്ചാൽ നിന്നിൽ അത് സംഭവിക്കും. വിശ്വസിക്കുന്നവരോടുകൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒഴുകും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടുന്നാണ് എൻ്റെ സഹായകൻ, അവിടുന്നാണ് എൻ്റെ സഹായകൻ. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഒരിക്കലും ഇട്ടിട്ട് പോകുന്ന അനുഭവമല്ല, മറിച്ച് ദൈവം ഇടപെടുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയത്ത് ദൈവജനത്തിന്റെ മേൽ അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. കർത്താവ് നിന്നോട് പറയും, നീ ഭയപ്പെടേണ്ട, നീ അസ്വസ്ഥനാവേണ്ട. ഇന്ന് നീ അനുഭവിക്കുന്ന ഏതൊരു വിഷയത്തിലും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഇടപെടും. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എൻ്റെ പ്രിയരെ, നമ്മുടെ ഉള്ളിൽ പല വിധത്തിലുള്ള ഭാരങ്ങൾ ഉള്ളവരാണ്. എന്താണ് നിന്റെ ഭാരം, നിന്റെ അസ്വസ്ഥത? അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഒരുപക്ഷെ ചില വ്യക്തികളാവാം. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ചില വ്യക്തികൾ പറഞ്ഞ ചില കാര്യങ്ങൾ, നാട്ടുകാരാവാം, കൂട്ടുകാരാവാം, കൂടെ പഠിച്ചവരാവാം, നമ്മുടെ പ്രിയപ്പെട്ടവരാവാം. കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ഈ അനുഭവങ്ങളെല്ലാം ഈ അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇന്നലകളിലെ ചില അനുഭവങ്ങൾ, മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാവും. അപ്രതീക്ഷിതമായി ഉണ്ടായ ചില അനുഭവങ്ങൾ, ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, അപ്രതീക്ഷിതമായി വന്ന ചില മരണം. പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന്. മരണം താങ്ങാൻ പറ്റുന്നില്ല, അസ്വസ്ഥമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യം ഉള്ളിലുണ്ടാവും. ഒരുപക്ഷെ ജീവിതത്തിലുണ്ടായ ചില അപകടങ്ങൾ, ആക്സിഡന്റുകൾ, ചില രോഗങ്ങൾ വന്നതിന് ശേഷം വീടിൻ്റെ താളം തെറ്റി. ചില രോഗപീഠകൾ വന്നതിന് ശേഷം ജീവിതത്തിൻ്റെ മൊത്തം താളം തെറ്റി. ആശുപത്രി കയറിയേറെ ഇറങ്ങി, എപ്പോഴും മരുന്നും ആശുപത്രിയും മാത്രം. യേശുവേ, ഹൃദയത്തിൽ അസ്വസ്ഥതയാണ്. കുടുംബത്തിലെ ചിലരുടെ പെരുമാറ്റം, ഈശോയെ ഇതെന്താ ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. മകൻ്റെ പഠനം, +2 പഠനത്തിന് ശേഷം അവനെന്താ ഇങ്ങനെ പെരുമാറുന്നേ? അമ്മയുടെ ആകുലതയും ഭാരവുമാണ്. എൻ്റെ മകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നേ? തൊട്ടതിനും പിടിച്ചതിനും എന്തുകൊണ്ടാണ് അവരെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ മക്കളെ വളർത്തിയത്. ഇവരുടെ സ്വഭാവത്തിന് ഇതെന്തു പറ്റി എന്ന് ആകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. മക്കളുടെ ചില പിടിവാശികൾക്ക് മുമ്പിൽ മാതാപിതാക്കൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നയാളെ ഞാൻ കല്യാണം കഴിക്കൂ, ഇന്ന കാര്യം എനിക്ക് വേണം, ഇന്ന കാര്യങ്ങളെയും നടക്കുകയുള്ളൂ. പിടിവാശി. കർത്താവേ, എൻ്റെ ഭാരമാണത്.
എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ജീവിത പങ്കാളി ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിച്ചിട്ട് ജീവിത പങ്കാളിയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, ആരോടും പറയാൻ പറ്റുന്നില്ല, വല്ലാത്ത വിഷമം ഉള്ളിൽ. നിന്റെ സങ്കടം, നിന്റെ അസ്വസ്ഥതയുടെ നടുവിലേക്ക് ഇതാ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ വിളിക്കണം. വിവാഹ ജീവിതത്തിലെ അപജയങ്ങൾ, ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ അസ്വസ്ഥമാകുന്നു പലപ്പോഴും. എത്ര നാളിങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റുമെന്നൊക്കെ ചിന്തയുണ്ട് ചിലരുടെ ഉള്ളിൽ. കർത്താവേ, ഈ അസ്വസ്ഥതകളെല്ലാം സമർപ്പിക്കുകയാണ്. വീട്ടില് സ്വത്ത് തർക്കത്തിന്റെ പേരുള്ള ഭാരം, മണ്ണിന്റെ മേലുള്ള കേസും അസ്വസ്ഥതകളും, പാരമ്പര്യ സ്വത്ത് അതിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ, വഴിപ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം. കർത്താവേ, നാളുകളായി അസ്വസ്ഥമാണ് മനസ്സ്. ചില കുടുംബങ്ങളിലെ അതിർത്തി പ്രശ്നങ്ങൾ അത് വർഷങ്ങളായിട്ട് കുടികൊള്ളുന്നു. അയൽപക്കങ്ങൾ തമ്മിലുള്ള ബന്ധം തകർന്നിരിക്കുന്നു. കർത്താവേ, അസ്വസ്ഥമാണ് മനസ്സ്. ഒരു വീട് പണിയണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് നാള് കുറയായി, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അസ്വസ്ഥമാണ് മനസ്സ് ചിലരുടേത്. വീട് പണി തുടങ്ങിയത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ചിലർക്ക്. വീട് പണിതിട്ട് ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല. വിചാരിച്ച പോലെ സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റുന്നില്ല. സ്വത്ത് വിൽപ്പനയോട് ബന്ധപ്പെട്ട്, മണ്ണിന്റെ വിൽപ്പനയോട് ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവരുണ്ട്. നാളുകൾ കുറയായി ഇത് വിൽക്കാൻ നടക്കുന്നു, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. കർത്താവേ, അസ്വസ്ഥമാണ് മനസ്സ്, അസ്വസ്ഥമാണ് മനസ്സ്. എൻ്റെ പ്രിയരെ, നിന്റെ അസ്വസ്ഥതകളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിക്കുക. നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളല്ലല്ലോ, നാട്ടുകാർക്കും വീട്ടുകാർക്കും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ലല്ലോ. സർവശക്തൻ ആ വിഷയത്തിൽ ഇടപെടണ്ടേ. പറ്റുന്നവര് സാവധാനം കുനിഞ്ഞ് ആ ശിരസാ തറയിലൊന്ന് മുട്ടിച്ച്, കർത്താവേ, ഈ പോട്ടാശ്രമത്തിന് അനുഗ്രഹിക്കപ്പെട്ട മണ്ണിൽ എൻ്റെ അസ്വസ്ഥതകൾ മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയരെ, ഈ മണ്ണ് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ണാണ്, വചനം കേട്ട മണ്ണാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളുമുള്ള മണ്ണാണ്. സാധിക്കുന്ന എല്ലാവരും കുനിഞ്ഞ് നിങ്ങളുടെ ശിരസാ തറയിൽ മുട്ടിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളും, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഭാരങ്ങളും സംശയങ്ങളും എല്ലാം ഇതാ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഇടപെടണം. കർത്താവേ, അങ്ങ് ഇടപെടണം. ഈ സമയം എൻ്റെ എല്ലാ അസ്വസ്ഥതകളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയരെ, സ്വയം നമുക്ക് സമർപ്പിക്കാം. ഒരു കുഞ്ഞു ശുശ്രൂഷയാണെങ്കിലും ഈ സമയത്ത് ഇപ്രകാരം ഒരു ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുമ്പോൾ നീ പോലും അറിയാതെ ഈ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിലൊന്ന് നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നിങ്ങളായിരിക്കുന്നിടത്തൊന്ന് കുനിഞ്ഞ് നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ ശിരസ്സൊന്ന് തറയിലൊന്ന് മുട്ടിച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ പ്രാർത്ഥന പോട്ടാശ്രമത്തിലെ അനുഗ്രഹത്തിൻ്റെ മണ്ണിലുണ്ട്. നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനകൾ ഇവിടെ ഉയർത്തപ്പെടുകയാണ്. എത്ര കാതം അകലെയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ മണ്ണിലേക്ക് ഒഴുകുന്നു. ഇത് അനുഗ്രഹിക്കപ്പെട്ട മണ്ണിൽ നിന്ന് നിങ്ങളിലേക്ക് ശക്തി ഒഴുകുന്ന സമയം. ഈ സമയം എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കണ്ണുനീരും ദുഃഖവും അസ്വസ്ഥതകളും എല്ലാം ഇതാ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇടവകയിലെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ, ഏതെങ്കിലും വൈദികരോട് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ, സിസ്റ്റേഴ്സിനോട് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ, ശുശ്രൂഷകരോട് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ, ചില കാര്യങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്നില്ല, എല്ലാം ഇതാ പരിശുദ്ധ അൾത്താരയിൽ ഈശോയ്ക്ക് കൊടുക്കുക. യേശുവേ, ഇതാ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമർപ്പിച്ചു കഴിഞ്ഞവര് നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുക. ഈ അസ്വസ്ഥത ഇനി നീ കൊണ്ടു നടക്കണ്ട. ഈ അസ്വസ്ഥത നീ ചുമന്നുകൊണ്ട് നടക്കണ്ട. ഈ അസ്വസ്ഥതകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞു. തുടർന്ന് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. കർത്താവേ,
ഈ ഭാരം ഞാനിനി ചുമന്നുകൊണ്ട് നടക്കില്ല. കർത്താവേ, ആർക്കും എന്നെ അസ്വസ്ഥപ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിടുതലിൻ്റെ ആത്മാവാണ്. വിടുതലിൻ ആത്മാവേ എന്നിൽ ഇടപെടണമേ. നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. വിടുതലിൻ്റെ ആത്മാവ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി ഈശോ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഒരു തിന്മയ്ക്കും ഇനിയും എൻ്റെ മേൽ അവകാശമില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്റെ വീടിനെ മനസ്സിൽ കാണണം. നിന്റെ വീടിരിക്കുന്ന സ്ഥലം മനസ്സിൽ കാണണം. ആ വീടിന് ചുറ്റും ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയം അതിശക്തമായ കൃപയൊഴുക്കട്ടെ. നിന്റെ കൃഷിയിടത്തെ മനസ്സിൽ കാണണം. നിന്റെ വീട്ടിലെ ഓരോ മുറികളെയും മനസ്സിൽ കാണണം. അടുക്കള, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിടക്കുന്ന സ്ഥലം, പഠിക്കുന്ന സ്ഥലം, നിങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ഥലം, ഓരോ സ്ഥലങ്ങളും മനസ്സിൽ കാണണം. ഇനി വീട്ടിൽ ഒരു കാരണവശാലും തിന്മയ്ക്കിന് സ്ഥാനമില്ല. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഈ സമയം നിങ്ങളോട് തന്നെ പറയണം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ വീട്ടിലുണ്ട്. സാത്താൻ ഇനിമേൽ എൻ്റെ മേൽ അവകാശമില്ല. സാത്താൻ എൻ്റെ ബന്ധങ്ങളിൽ അവകാശമില്ല. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടാവും, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന വ്യക്തികളുണ്ടാവും. കൈകൾ ഉയർത്തി കണ്ണുകൾ അടച്ചുകൊണ്ട് അവരുടെ മുഖം മനസ്സിൽ കാണണം. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളോട് തന്നെ പറയണം, ഇനി സാത്താൻ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. തിന്മയുടെ സ്വാധീനങ്ങൾ, മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ, അശ്ലീല ചിത്രങ്ങൾ കാണുന്ന അഡിക്ഷൻ, ശരീരത്തിലെ ജടിക പാപങ്ങളുടെ അഡിക്ഷൻ, ഭയത്തിന് അടിമപ്പെടുന്ന മേഖല, വെറുപ്പിൻ്റെയും വിരോധത്തിൻ്റെയും മേഖലകൾ, മടിയുടെയും അലസതയുടെയും ഉത്തരവാദിത്വമില്ലായ്മയുടെ മേഖലകൾ, മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും മേഖലകൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന സ്വഭാവ രൂപക്ഷങ്ങൾ, ഈ സമയം ആ മേഖലകളിലൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം നിങ്ങളോട് തന്നെ പറയണം, ഞാൻ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണ്. സാത്താൻ എൻ്റെ മേൽ അവകാശമില്ല. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. സാത്താൻ എൻ്റെ മേൽ അവകാശമില്ല. 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ശരീരത്തിലെ രോഗപീഠകൾ ഉള്ളവരുണ്ട്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. എൻ്റെ ഈ ശാരീരിക രോഗപീഠകൾ, പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നീ ഇന്ന് അനുഭവിക്കുന്ന ഈ ശാരീരിക രോഗം, ഇത് നീ നിന്റെ കുടുംബത്തിലെ ചിലർക്ക് വേണ്ടി കാഴ്ചവെക്കണം, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. അതിനുള്ള ശക്തി നിനക്ക് നൽകുന്നു. ഗെത്സമീൻ തോട്ടത്തിൽ യേശു രക്തം വിയർത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, കഴിയുമെങ്കിൽ എൻ്റെ ഈ പാനപാത്രം നീക്കണമേ. പ്രാർത്ഥിച്ച സമയം സ്വർഗത്തിൽ നിന്നൊരു മാലാഖ പറന്നിറങ്ങി ശക്തിപ്പെടുത്തി. ആ സഹനം നീങ്ങിപ്പോയില്ല, മറിച്ച് ശക്തിപ്പെടുത്തി. ആ സഹനത്തെ നേരിടാനുള്ള ബലം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, സഹോദര, നിന്റെ സഹനത്തിലൂടെ വേണം നിന്റെ വീട് രക്ഷപ്പെടാൻ. ഭർത്താവ് മദ്യപാനിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ നിന്റെ പ്രാർത്ഥന വഴി നിന്റെ വീട്ടിൽ അനുഗ്രഹമുണ്ടാവും. നിന്റെ പ്രാർത്ഥന വഴി നിന്റെ ജീവിത പങ്കാളിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. യെസ്, ഈ സഹനം ഒരു അനുഗ്രഹമായിട്ട് മാറും. നീ വിശ്വസിക്കണം. ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗം, വേദന, അത് നിന്റെ മക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചോ, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാഴ്ചവെച്ചോ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചോ, ഇതൊരു അനുഗ്രഹമായിട്ട് മാറും. യെസ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കാണപ്പെടുന്ന ചില അടയാളങ്ങൾ നൽകി ചിലരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഇത് നിന്നോട് കർത്താവ് പറയുക, ദൈവമറിയാതെ നിന്റെ മേലൊന്നും സംഭവിക്കില്ല. നീ വിഷമിക്കേണ്ട. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ നീ അനുഭവിക്കുന്ന ഓരോ രോഗങ്ങളും പീഡകളും കർത്താവ് നിന്നെ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. നിന്റെ ശരീരത്തിലെ ഓരോ മേഖലകളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. ഭാരപ്പെടണ്ട. കഴിഞ്ഞ നാളിലുണ്ടായ ഒരു അപകടം, ആ അപകടം അതോടുകൂടി കുടുംബം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. വിഷമിക്കേണ്ട. ഈ അപകടത്തെ കർത്താവ് വിശുദ്ധീകരിച്ച് നിനക്കൊരു കൃപയാക്കി മാറ്റുകയാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു തരുക, ദൈവം തിരിച്ചു നൽകും. വിഷമിക്കേണ്ട കേട്ടോ. നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു നൽകും.
ഈശോ നിന്റെ കൂടെയുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം, നിനക്ക് നഷ്ടപ്പെട്ട സമാധാനം കർത്താവ് നിനക്ക് തിരിച്ചു നൽകും. വിശ്വസിച്ചോണം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഏത് വിഷയമാണോ ആ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വിശ്വസിച്ച് ഏറ്റെടുത്തെ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഏത് വിഷയമാണോ അതിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഏറ്റെടുത്തെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുകുത്താം. നമ്മൾ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. ഈശോ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ഈ സമയം മുട്ടുകുത്തി 2 കരങ്ങളും അല്പം ഒന്ന് നീട്ടിപ്പിടിച്ച് അൾത്താരയിലേക്ക്. പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൂരങ്ങളിലുള്ള ചിലരുണ്ട്. പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പോയിട്ടുള്ള ചിലർ. അവർക്കൊരുപക്ഷെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ പ്രാർത്ഥനാ ശുശ്രൂഷയിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ പങ്കെടുക്കാൻ അവസരം ഉണ്ടെങ്കിലും ചിലരത് പങ്കെടുക്കാതെ ഉഴപ്പി മാറി നിൽപ്പുണ്ടാവും. കർത്താവേ, ദേ ഈ നീട്ടിപ്പിടിച്ച കരങ്ങളിൽ അവരാണ്, ദൂരങ്ങളിലുള്ളവർ. പ്രത്യേകിച്ച് കർത്താവ്, ഇന്നത്തെ ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ആശീർവാദം അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകുന്നു. കർത്താവെ, വലിയ വിടുതലും സൗഖ്യവും അവരിൽ സംഭവിക്കുന്നു. കർത്താവ്, ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഈശോയെ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദിവസം, ഇനിയുള്ള മണിക്കൂറുകൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് തീരുമാനം എടുക്കണം. ചിലപ്പോൾ അവിചാരിതമായിട്ട് വന്നവരുണ്ട്, പതിവ് പോലെ വന്നവരുണ്ട്. ആരും ആയിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ വീടും പരിസര പ്രദേശങ്ങളും എൻ്റെ ജോലിയും എൻ്റെ ബന്ധങ്ങളും എല്ലാം ഇത് കർത്താവിൻ്റെയാണ്. സാത്താൻ ഇനിമേൽ അവകാശമില്ല. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഞാനിന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. എൻ ദേശമുണർന്ന